ഹായ് ഡിയേഴ്സ്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഹെന്ന പേജ് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ എൻ്റെ ഫ്രണ്ട്സ് ഹെന്ന കോൺസ് യൂസ് ചെയ്തിട്ടുണ്ടായ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നല്ലാതെ ഒരു വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. റീസെൻ്റ്ലി എൻക്വയർ ചെയ്ത ബ്രൈഡ്സിനും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഈദ് കൂടിയാണല്ലോ വരുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ മെഹന്തി ഇട്ടിരുന്നത് മൈലാഞ്ചിയില എടുത്ത് അരച്ച് അതിൽ ലെമൺ അല്ലെങ്കിൽ ടീ ആഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഓർഗാനിക് കോൺ. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക കോൺസിലും PPD എന്നൊരു കെമിക്കൽ ആഡ് ചെയ്യുന്നുണ്ട്. 1-2 ഡോക്ടേഴ്സിൻ്റെ വീഡിയോസിൽ കണ്ടിരുന്നു ഹെയർ ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കളർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ. അത് ചിലപ്പോൾ ഹൈ കോൺസെൻട്രേഷനിലായതുകൊണ്ടോ ചിലർക്ക് അലർജി ഉള്ളതുകൊണ്ടോ ഇങ്ങനത്തെ റിയാക്ഷൻസ് വരും. ഇത് സ്കിൻ ഇറിറ്റേഷനും അലർജിക്കും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ടൈപ്പ് മെഹന്തി കോണിന് ഒരു സിന്തറ്റിക് കെമിക്കൽ സ്മെല്ല് ഉണ്ടാകും. ഒരു ഇൻസ്റ്റൻറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് തലേദിവസം മെഹന്തി ഇടുന്ന ബ്രൈഡും ഈദിനും കെമിക്കൽ കോൺസ് ആണ് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്, അപ്പോൾ തന്നെ വാഷ് ചെയ്യുക. കുറച്ച് ഐസ് വെച്ച ശേഷവും ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകും.